Hello, my dear friends. Welcome back to Negentropy BTech Tuition. This is Afsal. See, തൊട്ടുമുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നാൽ എങ്ങനെ SFD വരയ്ക്കണം, എങ്ങനെ BMD വരയ്ക്കണം, അവിടുത്തെ വേരിയേഷൻസ് എല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. അവിടെ പഠിച്ച എല്ലാ കൺസെപ്റ്റ്സുകളും അപ്ലൈ ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിക്കുന്നുണ്ട്. അതിൽ ഏകദേശമല്ല എക്സാക്ട്ലി 1.5 മീറ്റർ ലെങ്ത്തിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, 4 kN/m. ഈ ബീമിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബീമിൻ്റെ SFD BMD നമ്മൾ വരയ്ക്കണം. സോ ഫസ്റ്റ് പരിപാടി എന്താണ് നമ്മളെ ഫസ്റ്റ് പരിപാടി നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടെത്തുക ഇല്ലേ? RARB കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയ സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സുകൾ നോക്കൂ, ഞാൻ ഓൾറെഡി ഇവിടുത്തെ സപ്പോർട്ട്സിനെയൊക്കെ ഞാൻ എന്താക്കി മാറ്റി അവിടുത്തെ ഫ്രീ ബോർഡ് ഡയഗ്രമായിട്ടുള്ള RARB എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതങ്ങ് നേരെ അപ്ലൈ ചെയ്യാം. സോ മുകളിലോട്ട് ആരുണ്ട്? രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ആയ RA പ്ലസ് RB മുകളിലോട്ടുണ്ട്. താഴോട്ട് ആരുണ്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതിന് വാല്യൂ എത്രയാണ്? 4 kN/m. ഈ യൂണിറ്റിൽ എത്ര ദൂരത്തിലാണ് ആക്ട് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് അല്ല 1.5 മീറ്റർ ലെങ്തിൽ. സോ ആ UDL ആയ 4 kN/m into 1.5, this is equal to what? 0. So from here RA plus RB is equal to 4 into 1.5 എത്രയാണ്? 6 kN നമുക്ക് കിട്ടി. This is our equation number 1. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഇൻ ദ ബീം ഷുഡ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റുള്ള എ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊമെന്റ് എടുക്കാം. സോ രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് RBയും മറ്റൊന്ന് നമ്മളെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും. സോ RB മുകളിലോട്ടാണ്. ദിസ് ഈസ് അവർ ബീം. എൻ്റെ ഈ കൈ ബീമാണ്. RBയുടെ ഡയറക്ഷനിലോട്ട് ഈ കൈനെ നമ്മൾ കറക്കൂ. നോക്കൂ എങ്ങോട്ട് കറങ്ങുന്നു? ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് അല്ലേ? സോ പ്ലസ് RB ഇൻറ്റു എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 into 1.5 plus 1.5 plus 1.5 3 plus 2 5. സോ RB into 5 ആയപ്പോൾ എന്തായി? RB എന്ന് പറയുന്ന സപ്പോർട്ട് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് കണ്ടെത്തി. നോക്കൂ, അടുത്തത് ആരാണ് ഇനി വരുന്നത്? ഇനി ഒരേ ഒരു ലോഡേ ഉള്ളൂ, ദാറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇവൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. സോ ആ ഡയറക്ഷനിലോട്ട് നമ്മളെ ബീം വെച്ചിട്ടുണ്ട്, കറക്കുന്നു. ഇത് എങ്ങോട്ടാണ് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദ സൈൻ ഈസ് നെഗറ്റീവാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഞാനിതുവരെയും ഫോളോ ചെയ്ത് വരുന്നത് ഒരേ ഒരു സൈൻ കൺവെൻഷനാണ്, അതിനെ മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിഷൻ തിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന RB ഇൻറ്റു ഈ കാണുന്ന 5 എന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്താക്കി എടുക്കാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കി എടുക്കാം, ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് ആക്കി എടുക്കാം. അതൊന്നും ഒരു പ്രശ്നമില്ല. ആൻസറിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഓക്കെ. സോ ഞാൻ ആദ്യം മുതലേ നമുക്ക് ഒരു കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം മുതലേ ഒരേ ഒരു സൈൻ കൺവെൻഷനാണ് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതും. അതുപോലെ SFDക്കും BMDക്കും ഒരേ ഒരു സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ. സോ RB into 5 കൊടുത്തു. നെക്സ്റ്റ് ഈസ് UDL കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. സോ നെഗറ്റീവ് ആണ്. സോ 4 into നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? UDL കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ഇതാ. ടോട്ടൽ ഫോഴ്സ് എന്താണ്? UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4 into 1.5 ആണ് ആര്? ഫോഴ്സ്. നോക്കൂ, നിങ്ങൾ ഈ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഞാൻ അതോടെ ഒന്ന് വരച്ചു തരട്ടെ. നോക്കൂ, ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ നമ്മുടെ ബീം എന്ന് വെച്ചാൽ ദിസ് ഇസ് അവർ ബീം. ഓക്കെ. ഇത് 1.5 മീറ്റർ ആണ്. ഇത് 1.5 മീറ്റർ ആണ്. ഇവിടെയാണ് നമ്മുടെ ആര് കിടക്കുന്നത്? RA എന്ന് പറയുന്ന സപ്പോർട്ട് കിടക്കുന്നത്. ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ പോയിന്റ് A, ദിസ് ഇസ് അവർ പോയിന്റ് B. നമുക്ക് പേര് കൊടുക്കാം. ദിസ് ഇസ് C ആൻഡ് ദിസ് ഇസ് D എന്ന് പേര് കൊടുക്കാം. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യുന്നത്? കുറേ കൂടെ ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങൾ വരും. അത് സംശയങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി കാണിക്കുന്നത്. നോക്കൂ, ഈ 4 into 1.5 എന്ന് പറയുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് 6 kN എന്ന് പറഞ്ഞ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യും? നമ്മളെ UDLന്റെ എക്സാക്ട് സെൻറ്റർ. നോക്കൂ, ഇത് എക്സാക്ട് സെൻറ്ററിൽ ആരാക്ട് ചെയ്യും? ആ 6 kN. ഇതാരാണ് 6 എന്ന് പറഞ്ഞാൽ 4 into 1.5 ചെയ്തപ്പോൾ കിട്ടിയാണ് 6 kN. ശരിയല്ലേ? അതായത് ഈ കാണുന്ന നമ്മളെ ഈ UDL എത്ര ദൂരമുണ്ട്? 1.5 മീറ്റർ ദൂരമുണ്ട്. ആ 1.5 മീറ്ററിൻ്റെ എക്സാക്ട് സെൻറ്ററിലാണ് ആരാക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്? വാട്ട് ഈസ് ദിസ്? 1.5ൻ്റെ പകുതി, ദാറ്റ് ഈസ് 0.75. പിന്നെ ഇവിടെ ആരുണ്ട്? നമ്മളെ 1.5 ഉണ്ട്. സോ 1.5 പ്ലസ് 0.75, ദാറ്റ് ഈസ് 2.25. ശരിയല്ലേ? 2.25. സോ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 2.25. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ദാറ്റ് ഈസ് 2.25. ക്ലിയർ ആയല്ലോ? സംശയമില്ലല്ലോ?
യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ 4 ഇൻറ്റു ആ ലെങ്ത്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 1.5 6 കിലോ ന്യൂട്ടൺ. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സാക്ട്ലി UDLന്റെ സെൻറ്റർ, അതായത് ഈ 1.5 മീറ്ററിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന C വരെയുള്ള ദൂരം എത്രയാണ്? ഈ കാണുന്ന പോയിന്റ് സെൻറ്റർ മുതൽ C വരെയുള്ള ദൂരം എത്രയാണ്? 0.75. പിന്നെ A വരെയുള്ള ദൂരം കിട്ടുമെങ്കിൽ എന്ത് ചെയ്യണം? 1.5 ആഡ് ചെയ്ത് കൊടുക്കുക. സോ 1.5 പ്ലസ് 0.75 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2.25. സോ ദിസ് ഈസ് ഈക്വൽ ടു 0, കാരണം വേറെ ഫോഴ്സുകളൊന്നും ഇവിടെ ഇല്ല. സോ ഫ്രം ഹിയർ RB ഈസ് ഈക്വൽ ടു ഇവനെ ഞാൻ അപ്പുറത്തുണ്ടാവും, പ്ലസ് ആവത്തില്ലേ? സോ 4 ഇൻറ്റു 1.5 ഇൻറ്റു 2.25 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് RB. സോ RBയുടെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് 2.7 കിലോ ന്യൂട്ടൺ ആണ് RBയുടെ വാല്യൂ. ഈ RB നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? RI കിട്ടും. അതൊക്കെ അറിയാമല്ലോ, ഞാൻ ഇത് പറയണ്ടല്ലോ. RI ഈസ് ഈക്വൽ ടു 6 മൈനസ് 2.7 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂസ് 3.3 കിലോ ന്യൂട്ടൺ. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനങ്ങോട്ട് എഴുതി വെക്കാം, കാരണം ഇനി നമുക്ക് ഈ കാൽക്കുലേഷൻ എഴുതി കാണിച്ച് വെറുതെ സമയം കളയേണ്ട. RBയുടെ വാല്യൂ എത്രയാണ് പിള്ളേരെ? 2.7 കിലോ ന്യൂട്ടൺ. ഞാൻ തൽക്കാലം യൂണിറ്റ് എഴുതുന്നില്ല, 2.7 ആണ്. RIയുടെ വാല്യൂ എത്രയാണ്? 3.3 കിലോ ന്യൂട്ടൺ ആണ്. ശരിയല്ലേ? 3.3 കിലോ ന്യൂട്ടൺ. ഞാൻ ഇതിനങ്ങ് ഇറേസ് ചെയ്യുകയാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കും, കാരണം അവിടെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് ഉണ്ടായവരൊക്കെ വരയ്ക്കുന്നത്. അവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ജോലി എന്താണ്? സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. RA 3.3 ആണ്, RB 2.7 കിലോ ന്യൂട്ടൺ. ഇനി നമ്മുടെ പഴയ പരിപാടിയാണ്. ആദ്യം നമുക്ക് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, രണ്ടാമത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. പോകാം. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് വാട്ട്? ഷിയർ ഫോഴ്സ്. ശ്രദ്ധിക്കൂ, കളർ മാറിപ്പോയി. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഷിയർ ഫോഴ്സ്. സൈൻ കൺവെൻഷൻ ഓർമ്മയുണ്ടല്ലോ. റൈറ്റ് അപ്വേർഡ് പോസിറ്റീവ് ആണ്, റൈറ്റ് ഡൗൺവേർഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ആ സൈൻ കൺവെൻഷൻ ഞാൻ അതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നീട് ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം ദ റൈറ്റ് എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് B. നോക്കൂ, ബിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കുക? റൈറ്റിലേക്ക് നോക്കുക. അപ്പോൾ ആരുമില്ല. പക്ഷേ പോയിന്റ് ബിയിൽ കൂടെ പാസ് ചെയ്യുന്ന RB എന്ന് പറയുന്ന പോയിന്റ് ഫോഴ്സിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? റൈറ്റ് സൈഡിലെ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ RB അപ്വേർഡ് അല്ലേ? ദാറ്റ് ഈസ് റൈറ്റ് അപ്വേർഡ് അല്ലേ? അവൻ പോസിറ്റീവ് ആണ്. RBയുടെ വാല്യൂ നമ്മളിലുണ്ട് 2.7 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് 2.7 കിലോ ന്യൂട്ടൺ. ദെൻ slowly we are moving from B to D. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, B to D പ്രത്യേകിച്ച് അവിടെ എന്തില്ല? പോയിന്റ് ലോഡ്സുകളൊന്നുമില്ല. അതുകൊണ്ട് ഡിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് ആര് തന്നെയാണ്? RB തന്നെയാണ്. ദാറ്റ് ഈസ് 2.7 കിലോ ന്യൂട്ടൺ. ഞാൻ അതേപോലെ എഴുതിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് D കണ്ടുപിടിച്ചാലും വ്യത്യാസം വരുമോ? ഇല്ല, കാരണം പോയിന്റ് ഡിയിൽ ആരില്ല. പോയിന്റ് ഡിയിൽ നമ്മൾ UDയിൽ നിന്ന് അവസാനിക്കുകയാണ്. UDയിൽ എവിടെ ആക്ട് ചെയ്യത്തില്ല? ഒരു പോയിന്റിൽ ആക്ട് ചെയ്യത്തില്ല. ഈ പോയിന്റ് ഡിയിൽ വല്ല പോയിന്റ് ലോഡ് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ ഡിയിലും ഡിയുടെ റൈറ്റ് സൈഡിലൊക്കെ സെയിം വാല്യൂ ആണ്. എത്രയാണ്? 2.7 കിലോ ന്യൂട്ടൺ. ശരിയല്ലേ? ഇനി നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പതുക്കെ ഗ്രാജുവലി ഡിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് ഫ്രം D to C. അറ്റ് D വരെ എത്ര ഉണ്ടായിരുന്നു? 2.7 കിലോ ന്യൂട്ടൺ. ഞാൻ അവനെ അതേപോലെ എഴുതി. ഇനി നോക്കുക, D മുതൽ C വരെ ആരുണ്ട്? യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ടുണ്ട്? താഴോട്ടുണ്ട്. അപ്പോൾ സിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത്രയും പോർഷൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് മാർക്ക് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് മൈനസ്. കാരണം മൈനസ് ആകാൻ കരുതാണ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, റൈറ്റ് ഡൗൺവേർഡ്. സിയുടെ റൈറ്റ് സൈഡിൽ താഴോട്ടാണ്. സോ റൈറ്റ് ഡൗൺവേർഡ് നെഗറ്റീവ് അല്ലേ? എത്രയാണ് വരുന്നത്? 4 ഇൻറ്റു 4 അല്ലേ? 4 ഇൻറ്റു 1.5 വരും. സോ 2.7 മൈനസ് 4 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഷിയർ ഫോഴ്സ് അറ്റ് C ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദ വാല്യൂ വിൽ ബി -3.3 കിട്ടും. -3.3 കിലോ ന്യൂട്ടൺ ആണ് ആരെന്ന് പറയുന്നത്? D to C. അറ്റ് സിയും അത് തന്നെയാണ് ഇല്ലേ? നമ്മൾ അങ്ങനെ എഴുതി. ഞാനിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പണ്ടേ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതൊന്നും എഴുതാതെ തന്നെ മനസ്സിലാവുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് ബിയും B to D എന്ന് എഴുതുന്നത് എല്ലാം ഓൾമോസ്റ്റ് ഒരേ വാല്യൂ തന്നെയാണ്. ചേഞ്ച് ചെയ്യുന്നത് D to C മാത്രമാണ്. അവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ സ്ലോലി ബേസ് മുതൽ പറഞ്ഞു പോവുകയാണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് C നോക്കൂ. സിയിൽ പോയിന്റ് ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറഞ്ഞാൽ സിയുടെ റൈറ്റ് സൈഡിലുള്ള അതേ ഫോഴ്സ് ആയിരിക്കും അറ്റ് C. ദാറ്റ് ഈസ് -3.3 കിലോ ന്യൂട്ടൺ.
ഞാൻ അവൻ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കൂ C2A. എന്താ C2യുടെ അർത്ഥം? എയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സുകളും കൂട്ടി എഴുതുന്നതാണ് C2A വിത്തൗട്ട് കൺസിഡറിങ് പോയിന്റ് ലോഡ് അറ്റ് എ. അത് തന്നെയല്ലേ സിയിലെ ഫോഴ്സ്. എയുടെ റൈറ്റ് സൈഡിൽ നിന്ന് അറ്റ് സി വരെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചോ അത് തന്നെയാണ് എയുടെ റൈറ്റ് സൈഡ്. കാരണം സി മുതൽ എ വരെ വേറെ ഒന്നും ഇടയിലില്ല. സോ -3.3 കിലോ ന്യൂട്ടൺ ഞാൻ അതേപോലെ എഴുതി. നൗ ഷിയർ ഫോഴ്സ് അറ്റ് എ നമ്മൾ കണ്ടുപിടിച്ച് ശരിയാണെന്ന് നോക്കണ്ടേ. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞാൽ തന്നെ എക്ക് തൊട്ട് മുന്നേ വരെ -3.3 ഉണ്ട്. ബട്ട് അറ്റ് എയിൽ ആരുണ്ട്? ഒരു ആറേ ഉണ്ട്. ആറയുടെ വാല്യൂ എത്രയാണ്? +3.3 +3.3. അവസാനം എന്ത് കിട്ടി? 0 കിട്ടി. വിച്ച് മീൻസ് നമ്മൾ ഇതുവരെ ചെയ്ത കാൽക്കുലേഷൻസ് എല്ലാം പെർഫെക്റ്റ് ആണ്. തെറ്റുകളൊന്നും ഇല്ല എന്നർത്ഥം. തെറ്റുകളൊന്നും ഇല്ല. അല്ലാതെ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്തല്ല? 0 അല്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഷിയർ ഫോഴ്സ് അറ്റ് എ ഒരിക്കലും 0 അല്ല. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? വി ക്യാൻ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണ്? നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കൂ പിള്ളേരെ. വി ആർ മൂവിങ് ഓൺ ടു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ശരിയല്ലേ? റൈറ്റ് ആൻറ്റി ആരാണ്? പോസിറ്റീവാണ്. ശരിയല്ലേ? റൈറ്റ് ക്ലോക്ക് വേസ് ആരാണ്? നെഗറ്റീവാണ്. ഈ കൺവെൻഷനാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്ട്രീം എൻഡ് ആണ്, 0 ആണ്, കോൺസ്റ്റന്റ് മൊമെന്റ് ഒന്നുമില്ല. നൗ വി ആർ മൂവിങ് ഓൺ ടു ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി എന്ന് വെച്ചാൽ ഡിയുടെ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ്. റൈറ്റ് സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? RB. RBയുടെ ഡയറക്ഷനോട്ട് ഈ കൈനെ കറക്കൂ. എങ്ങോട്ട് കറങ്ങുന്നു? ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വേസ്. ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വേസ്. ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വേസ്. സോ ആൻറ്റി ക്ലോക്ക് വേസ് റൈറ്റ് ആൻറ്റി പോസിറ്റീവ് അല്ലേ? സോ RB ഇൻറ്റു ഡി വരെയുള്ള ദൂരം എത്രയാണ്? 2. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RB? What is the value of RB? 2.7 അല്ലേ? 2.7. സോ 2.7 ഇൻറ്റു 2. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡിയുടെ വാല്യൂ എത്ര കിട്ടി നോക്കട്ടെ? ബെൻഡിങ് മൊമെന്റ് ഡി 2.7 ഇൻറ്റു ദാറ്റ് ഈസ് 5.4 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി. ബെൻഡിങ് മൊമെന്റ് ഡി കിട്ടി. നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് സി എന്ന് വെച്ചാൽ സിയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സുകളും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സുകൾ കാരണം മൊമെന്റ് എടുക്കുക. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. റൈറ്റ് സൈഡിൽ RB ഉണ്ട്, UDL ഉണ്ട്. സോ ആദ്യം RB ഇൻറ്റു സി വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ഇൻറ്റു 2 + 1.5 ദാറ്റ് ഈസ് 3.5. RB ഇതല്ലേ ബീം. RB ഡയറക്ഷനിലോട്ട് കറക്കൂ, ആൻറ്റി ക്ലോക്ക് വേസ്. സോ പ്ലസ് RB ഇൻറ്റു 2 + 1.5 ദാറ്റ് ഈസ് 3.5 മൈനസ്. വൈ മൈനസ്? ബിക്കോസ് ദിസ് ഇസ് UDL താഴോട്ടാകുമ്പോൾ എന്ത് കിട്ടും? ക്ലോക്ക് വേസ് ഡയറക്ഷനാണ്. കൊടുക്കൂ, ഇതാണ് ബീം. കൊടുക്കൂ, ക്ലോക്ക് വേസ്. സോ ക്ലോക്ക് വേസ് എന്ന് പറയുമ്പോൾ ആദ്യം ഫോഴ്സ് ചെയ്തുക 4 ഇൻറ്റു 1.5. അതെന്താണ്? അത് ഫോഴ്സ് ആണ്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണ്. അപ്പോൾ ഈ കാണുന്ന 4 ഇൻറ്റു 1.5 6 എവിടെ ആക്ട് ചെയ്യും? കറക്റ്റ് സെൻട്രൽ ആക്ട് ചെയ്യും. അതായത് 1.5യുടെ പകുതിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ മുതൽ സി വരെ ദൂരം എത്രയാണ്? 1.5/2 ആണ്. സോ ഞാൻ അതേപോലെ ഇതാണ് 1.5/2. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. RBയുടെ വാല്യൂ നമ്മളതിലുണ്ടല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RB? ഇറ്റ് ഈസ് 2.7. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 4.95 കിലോ ന്യൂട്ടൺ മീറ്റർ. എത്ര കിട്ടും? 4.95 കിലോ ന്യൂട്ടൺ മീറ്ററിൽ ആരെ കിട്ടും? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കിട്ടും. ഇനി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ബെൻഡിങ് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? algebraic sum of moment either right or left side of a section that we are considering. നോക്കൂ, നിങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു പോയിന്റ് ലോഡ്, 2 പോയിന്റ് ലോഡ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ പോയിന്റ് ലോഡുകൾ കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റൊക്കെ നമ്മളിവിടെ എഴുതി കൂട്ടണം. പക്ഷേ ഞാൻ പറഞ്ഞു ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ് നോക്കിയാൽ പോരെ. അപ്പോൾ പോയിന്റ്സിൽ നിന്ന് റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ആര് മാത്രമേ ഉള്ളൂ? RA എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കി എഴുതുന്നതാണ് നല്ലത്. പക്ഷേ സൈൻ കൺവെൻഷൻ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണം? ലെഫ്റ്റ് സൈഡ് നോക്കൂ. ലെഫ്റ്റ് ആൻറ്റി ആണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ശരിയല്ലേ? ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഈ കൺവെൻഷൻ ഫോളോ ചെയ്താൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇട്ട് ഞാൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഒന്നുകൂടെ ഇവിടെ മോളോട് കണ്ടുപിടിച്ചേരാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഫ്രം ലെഫ്റ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഞാൻ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നു. സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാണ്. എളുപ്പ വഴി പറഞ്ഞിരിക്കുകയാണേ.
ഇതാണ് ബീം. ആർ ഐ എന്നൊരൊറ്റ ഫോഴ്സേ ഉള്ളൂ, അത് അവൻ കറക്കുന്നു. നോക്കൂ, കറക്കൂ. ഇതെന്ത് ഡയറക്ഷനാണ്? ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഇല്ലേ? ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനല്ലേ കറങ്ങുന്നത് ഇങ്ങനെ ഈ കൈ. ദിസ് ഇസ് ക്ലോക്ക് വൈസ്, ദിസ് ഇസ് ക്ലോക്ക് വൈസ്, ദിസ് ഇസ് ക്ലോക്ക് വൈസ്. അപ്പം ദിസ് ഇസ് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇസ് എ പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് ആണെങ്കിൽ ആർ ആരാണ്? 3.3 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 1.5. അപ്പോൾ എത്ര കിട്ടും? 3.3 ഇൻറ്റു 1.5 നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ വിൽ ബി 4.95 കിലോ ന്യൂട്ടൺ മീറ്റർ. കണ്ടോ? നിങ്ങൾ വെറുതെ യു ഡി എല്ലൊന്നും എടുത്ത് എന്ത് ചെയ്യേണ്ട, കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇവിടെ 2 ഫോഴ്സുകളേ ഉള്ളൂ. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ പോയിന്റോടോ ചിലപ്പോൾ ഒരു യു ഡിയിലും കൂടെ വന്നാൽ എന്ത് ചെയ്യും? ഒരുപാട് മൊമെൻറ്റുകൾ നിങ്ങൾ എടുക്കണം, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സാഹചര്യം നോക്കുക. റൈറ്റ് സൈഡ് എടുക്കുന്നതാണോ എളുപ്പം, ലെഫ്റ്റ് എടുക്കുന്നതാണോ എളുപ്പം, അത് നോക്കിയിട്ട് ബുദ്ധിപരമായി നിങ്ങൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം ഇവിടെ 2 ഫോഴ്സിന് വരെ ഒരൊറ്റ ഫോഴ്സിൽ കഥ കഴിഞ്ഞു. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി കണ്ടുപിടിച്ചു. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഇതേപോലത്തെ എളുപ്പ വഴിയാണ്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആർ ബിയും ഈ കാണുന്ന യു ഡിയിൽ എടുക്കണം, ആൻസർ 0 കിട്ടും. പക്ഷേ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും? ബെൻഡിങ് മൊമെൻറ്റ് എയുടെ വാല്യൂ എന്താണ്? 0 ആണെന്ന് അറിയാം. ആരെപ്പോലെ? ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടാൻ പറ്റും. അതല്ലാതെ വെറുതെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ചെയ്ത് 0 ആക്കി പോകാനൊന്നും നിൽക്കണ്ട. ഓക്കെ, സോ വി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? നമുക്ക് നമ്മുടെ SFD വരയ്ക്കാൻ, BMD വരയ്ക്കാനൊക്കെ പോവാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ, ഒരു മിനിറ്റ്, ദിസ് ഈസ് അവർ ബേസ് ലൈൻ. ബേസ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പറയുന്ന ഡിസ്റ്റൻസ് താഴോട്ടൊന്ന് പ്ലോട്ട് ചെയ്യാൻ. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ഇതാരാണ്? ഇത് B, ദിസ് ഈസ് D, ദിസ് ഈസ് C, ആൻഡ് ഫൈനലി ദിസ് ഈസ് വാട്ട്? A. അപ്പോൾ 3 പോയിന്റ്സുകൾ കണ്ടെത്തി. സോ നമ്മൾ ഷിയർ ഫോഴ്സ് വരച്ചില്ല അല്ലേ? സോ നമുക്ക് അത് ഷിയർ ഫോഴ്സിലോട്ട് പോകാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് B? നമ്മളിലുണ്ട് 2.7 കിലോ ന്യൂട്ടൺ മീറ്റർ. എത്രയാണ്? 2.7 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നേരെ ഞാൻ മുകളിലോട്ട് വരച്ചു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 2.7 കിലോ ന്യൂട്ടൺ. എവിടത്തെയാണ്? ഷിയർ ഫോഴ്സ് അറ്റ് B ആണ്. B മുതൽ ഡിയിലേക്ക് പോകുന്നു. അതേ സെയിം വാല്യൂ, ഒരു മാറ്റവുമില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. നോക്കൂ, 2.7. ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 2.7. അറ്റ് ഡിയും 2.7 തന്നെ. പക്ഷേ ഡിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ വാല്യൂ മാറി. 2.7 എന്നുള്ള വാല്യൂ മാറി എത്രയായി? -3.3. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ വാല്യൂ ദിസ് ഈസ് -3.3 വിചാരിക്കാം. ഇത് എത്രയാണ്? ദിസ് ഈസ് -3.3 കിലോ ന്യൂട്ടൺ. അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. കണ്ടോ? താഴോട്ട് ലൈൻ വരയ്ക്കുക. ഇത് എത്രയാണിത്? ദിസ് ഈസ്, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇറ്റ് ഈസ് 2.7 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി വരച്ചു, -3.3. സി മുതൽ എ വരെയും അതേ വരെ തന്നെയാണ്, -3.3 ആണ്. ശരിയല്ലേ? സോ നമ്മളിവിടെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. ദിസ് ഈസ് ദ പോസിറ്റീവ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ നെഗറ്റീവ് റീജിയൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തിയിരിക്കുകയാണ്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചിരിക്കുകയാണ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ what? Bending moment diagram. ഇല്ലേ? Now we can move on to the bending moment diagram. For example, ഞാൻ ഇങ്ങനെ വരച്ചോട്ടെ. ഇനി നമുക്ക് we can find out the points. This is B, right? This is point D. This is C, and finally this is പോയിന്റ്. അപ്പം ABCD ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാക്ട്ലി പോയിന്റ്സ് വരച്ചു പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് B? We got the bending moment at B is equal to 0. What is the value of bending moment at A? It is also equal to 0. 2 0 വരച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ബെൻഡിങ് മൊമെന്റ് at D നമുക്ക് കിട്ടി. എത്ര ബെൻഡിങ് മൊമെന്റ് D? It is 2.7 into 2, that is 5.4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ലെറ്റ്സ് സേ ഇവിടെ എവിടെയാണ് ആ വാല്യൂ വിചാരിക്കുക. ദിസ് ഇസ് 5.4 കിലോ ന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കിട്ടി. ഇറ്റ് ഇസ് 4.95 ആണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് 4.95 ഇവിടെ എവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്ത് പോകാം? ഇവരെല്ലാവരും ചേർത്ത് ഒരു ലൈൻ അങ്ങ് വരച്ചു പോകാം. സോ ഫ്രം ഹിയർ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു. നോക്കൂ നിങ്ങൾ, ഇത് 0 ആണ്. 0 നിന്ന് ഈ വാല്യൂ എത്രയാണ്? ആ വാല്യൂ എഴുതി പോകാം അല്ലേ? അല്ലെങ്കിൽ ആകപ്പെടെ കൺഫ്യൂഷൻ ആവും. എത്രയാണ് ബെൻഡിങ് മൊമെന്റ് D വരുന്നത്? ഇറ്റ് ഈസ് 5.4. ഇറ്റ് ഈസ് 5.4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇവൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 4.95 അല്ലേ? 95 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്.
ശരിയല്ലേ? നോക്കൂ, നിങ്ങൾ 0 നിന്ന് നേരെ അതിലോട്ട് വരച്ചിട്ടുണ്ട്. 5.4 നിന്ന് നേരെ നമ്മൾ 4.95 വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് 0 വരച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ കൃത്യമായി നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ വരപ്പിൽ ഒരു തെറ്റുണ്ട്. എന്താ തെറ്റ്? കാരണം നമ്മൾ ആദ്യമായി ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ച് യൂഡിയലിൻ്റെ വരയ്ക്കുമ്പോൾ നമ്മൾ മുന്നേ വരച്ചിരിക്കുന്ന ആ ഫ്ലോയിൽ അങ്ങ് വരച്ചു പോകും. കാര്യം എന്തെന്നറിയാമോ? സി മുതൽ ഡി വരെ ആരാണ് കിടക്കുന്നത്? സി മുതൽ ഡി വരെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വേരീസ് പരാബോളിക്കലി ആണ്. എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? പരാബോളിക്കലി. അപ്പോൾ ഈ കാണുന്ന സി മുതൽ ഡി വരെ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഈ കാണുന്ന ബി മുതൽ ഡി വരെ അവിടെ എന്താണ്? പോയിന്റ് ലോഡ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം, ലീനിയർലി വെരീസ് ആണ്. സി മുതൽ എ അവിടെയും പോയിന്റ് ലോഡ്സ് ആണ്, നമുക്ക് എന്ത് വരയ്ക്കാം? സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. പക്ഷേ സി മുതൽ ഡി ആരാണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അവിടെ ഒരിക്കലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് റോങ്. ഈ വര ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിന്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓക്കെ, വിചാരിക്കുമെന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരാബോള നമുക്ക് വരയ്ക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ പരാബോള. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ പരാബോള. നമ്മളിങ്ങനെ പരാബോള വരച്ചു. അങ്ങനെ നമുക്ക് തോന്നിയ പരാബോള വരയ്ക്കാൻ പറ്റില്ല. കാരണം വേറൊരു കീ പോയിന്റ് ഉണ്ട്. തൊട്ടുമുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കീ പോയിന്റ് ഉണ്ട്. എന്താ ആ കീ പോയിന്റ് എന്ന് പറയുന്നത്? ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം വേർ ദ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ. ഷിയർ ഫോഴ്സ് എവിടെയാണോ സൈൻ ചേഞ്ച് ചെയ്യുന്നത് അവിടെയാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരാനുള്ളത്. ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. അതുമാത്രമല്ല, ഈ 2 പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് പരാബോള കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോക്കൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഇവിടെ മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. കണ്ടോ, ഷിയർ ഫോഴ്സ് എവിടെ സൈൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ പോയിന്റ്. ദിസ് പോയിന്റ് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് മാറുകയാണ്. അത് സിക്കും ഡിക്കും ഇടയിൽ വെച്ച് ആര് സൈൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്? നമ്മളെ ബെൻഡിങ് ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യാനുള്ളത്? നമ്മളെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം വരാനുള്ളത്. അപ്പോൾ ആ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പരാബോള കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. അല്ലാതെ പരാബോള കൺസ്ട്രക്ട് ചെയ്താൽ തെറ്റാണ്. അതല്ലെങ്കിൽ തന്നെ പരീക്ഷയ്ക്ക് എന്ത് പറയും? ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഇൻ ദ ഗിവൺ ഡയഗ്രാം എന്ന് അവർ എടുത്തു പറയും. അപ്പം അടുത്ത ജോലി അതാണ്. തൊട്ടു മുന്നേ നമ്മൾ വരച്ചതൊക്കെ കഴിഞ്ഞ പടം ഓർമ്മ ഉണ്ടോ? വേറെ ഫിഗർ. ഇതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ ദ സിംപ്ലി സപ്പോർട്ട് ബീം ആണ്. അതോ നോക്കൂ, ഈ പോയിന്റ് സിയിൽ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്തു. കറക്റ്റ് അവിടെ തന്നെയാണ് എന്ത് കിട്ടിയത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടിയത്. ഇത് നമുക്ക് അറിയാവുന്ന ലൊക്കേഷനാണ്. സി എന്ന് പറയുന്നത് എക്സാക്ട് സെൻറ്ററാണ്, L/2 നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ എന്തല്ല, ഈ കാണുന്ന സിക്കും ഡിക്കും ഇടയിൽ എവിടെയോ ആണെന്ന് അറിയാം. ആ എക്സാക്ട് ലൊക്കേഷൻ നമുക്കറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദാറ്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. എന്താണ് ലൊക്കേഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്? അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പിള്ളേരെ? നേരെ നമ്മൾ എങ്ങോട്ട് പോവുക? ഈ കാണുന്ന സെക്ഷൻ നമുക്കറിയാം. ഒരു കാര്യം അറിയാം, നമുക്ക് സിക്കും ഡിക്കും ഇടയിലാണ് നമ്മുടെ ഷിയർ ഫോഴ്സിനെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്. അവിടെയാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നേരെ പോയിട്ട് സിക്കും ഡിക്കും ഇടയിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സിക്കും ഡിക്കും ഇടയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ, ഈ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആകുന്ന സ്ഥലം കണ്ടല്ലോ, അവിടെ ഞാനൊരു സെക്ഷൻ എടുത്തു. അത് സിക്കും ഡിക്കും ഇടയിലാണെന്ന് പറയും. എക്സാക്ട്ലി എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? സിക്കും ഡിക്കും ഇടയിൽ ഒരു സെക്ഷൻ എടുത്തിട്ടു. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് വിചാരിക്കുക? എക്സ് ദൂരെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. What will be the value if we find out the shear force at this particular section fx? കാരണം ഞാൻ ഈ വരച്ചിരിക്കുന്ന സെക്ഷൻ എവിടെയാണ്? ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആകുന്ന സ്ഥലത്താണ് ഈ എക്സ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ, ദാറ്റ് ഈസ് fx. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പോൾ ആ 0 കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഈ എക്സ് സെക്ഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. അവിടെ ആരുണ്ട്? റൈറ്റ് അപ്വേർഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് RB ഉണ്ട്. ശരിയല്ലേ? അതിനുശേഷം നോക്കൂ നിങ്ങൾ, പിന്നെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടറിലൂടെ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കുക, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടറിലൂടെ എത്ര ദൂരമേ ഉള്ളൂ? ഈ കാണുന്ന എക്സ് ദൂരം മാത്രമേ എന്തുള്ളൂ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടറിലൂടെ. അത് റൈറ്റ് ഡൗൺവേർഡ് അല്ലേ? സോ മൈനസ് ആ UDLയുടെ വാല്യൂ എത്രയാണ്? 4 kN/m. എത്ര ദൂരമാണ് അവൻ ആക്ട് ചെയ്യുന്നത്? എക്സ് ദൂരം. സോ 4 × x കഴിഞ്ഞു.
എക്സ് എക്സ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കഴിഞ്ഞു. ബട്ട് ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? 0 ആണ്. കാരണം ഞാൻ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകുന്ന സ്ഥലത്താണ് ഈ എക്സ് എക്സ് എന്ന സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫ്രം ഹിയർ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. എന്താ എക്സിൻ്റെ വാല്യൂ? അപ്പുറത്ത് പോകുമ്പോൾ 4x ആവും. 4 താഴെ കൊണ്ടുവരും. ദാറ്റ് ഈസ് RB divided by 4 ചെയ്താൽ we will get the value of x. What is the value of RB? RB 2.7 ആണ്. RB 2.7 കിലോ ന്യൂട്ടൺ ആണ്. മറ്റവനെന്താണ്? ദിസ് ഇസ് 4 അല്ലേ? ദിസ് ഇസ് 4. അപ്പോൾ 2.7 ഡിവൈഡ് ബൈ 4 കൊടുക്കുക. ഒരു മിനിറ്റ്, ഞാൻ ആ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, 2.7 ഡിവൈഡ് ബൈ 4 0.67 മീറ്റർ കിട്ടും. ഈ വാല്യൂ എത്ര കിട്ടും? 0.67 മീറ്റർ. കണ്ടോ, ഓൾമോസ്റ്റ് 2 മീറ്റർ നീളമുണ്ട്. ഇവിടെ നിന്ന് ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? ഓൾമോസ്റ്റ് 0.67 മീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ ഡിയിൽ നിന്ന് 0.67 മീറ്റർ മാറിയാണ് ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്. അവിടെയാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്താകുന്നത്? മാക്സിമം. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടെത്താം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്താണ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ആ സെക്ഷനിലുള്ളതാണ്, MX-ലാണ്. ആ എക്സ് എക്സാം സെക്ഷൻ കിടക്കുന്നത് എവിടെയാണ്? ഷിയർ ഫോഴ്സ് 0 ആകുന്ന സ്ഥലം. അവിടെയാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം. സോ MX ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന മൊമെന്റുകൾ എഴുതാം. ദാറ്റ് ഈസ് RB ഇൻറ്റു എക്സ് എക്സ് വരെ ദൂരം. അത് എത്രയാണ്? 2 + x. ഇതുവരെ ഡി വരെ 2 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ x ആണ്. സോ RB ഇൻറ്റു 2 + x. അത് റൈറ്റ് ആൻറ്റി അല്ലേ? സോ റൈറ്റ് ആൻറ്റി എന്താണ്? ക്ലോക്ക് വേസ്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇത്രയും പോർഷൻ അല്ലേ? എക്സ് ദൂരമല്ലേ? അവൻ കാരണം എന്തുണ്ടാകുന്നു? ഒരു ക്ലോക്ക് വേസ് മൊമെന്റ്. സോ റൈറ്റ് ക്ലോക്ക് വേസ് എന്താണ്? മൈനസ് ആണ്. ദാറ്റ് ഈസ് 4 × x. 4 × x ആയപ്പോൾ എന്തേ ആയിട്ടുള്ളൂ? ഈ കാണുന്ന കുഞ്ഞു എക്സ് ദൂരം ഉണ്ടാകുന്ന ഫോഴ്സ് ആയിട്ടുള്ളൂ. ഈ 4 × x എവിടെ ആക്ട് ചെയ്യും? ഈ എക്സിന്റെ കറക്റ്റ് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ എക്സിന്റെ സെന്റർ മുതൽ ഈ എക്സ് വരെ ദൂരം എത്രയാണ്? x/2 ആണ്. സോ 4 × x ആരേ ആയിട്ടുള്ളൂ? ഫോഴ്സ് ആയിട്ടുള്ളൂ. ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ മൊമെന്റ് ഇല്ലേ? ഒരുപാട് കുട്ടികൾക്ക് സംശയം വരും. ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ലെറ്റ്സ് സേ ഇതാണ് എൻ്റെ x എന്ന് പറഞ്ഞ സെക്ഷൻ. ഇവിടെയാണ് ഞാൻ ആര് വരച്ചിരിക്കുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ ഡിസ്റ്റൻസ് ആണ് x. ഈ കാണുന്ന വാല്യൂ 4 kN/m ആണ്. അപ്പോൾ ഇവൻ കാരണം ഉണ്ടാകുന്ന യൂഡിൽ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ആദ്യം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ 4 × x ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ഈ 4 × x എവിടെയാണ്? ഈ 4 × x എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ കാരണം എക്സിന്റെ സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അറ്റ് ദിസ് ലൊക്കേഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുതൽ x വരെ ദൂരം എത്രയാണ്? ദിസ് ഈസ് x/2. സോ 4 × x × x/2 അതാണ് ഇവിടെ ഇരിക്കുന്നത്. 4 × x × x/2. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിനെ അങ്ങ് ഇറേസ് ചെയ്ത് കളയുകയാണ്. ഓക്കെ. സോ RBയുടെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RB? 2.7 × 2 + x. 2 + 0.67, that is 2.67 അല്ലേ? 2.67 മൈനസ് 4 × 4/2. 4/2 എന്തായി? 2 ആയി മാറും. ഇൻറ്റു x² അല്ലേ? x² വാല്യൂ എത്രയാണ്? 0.67 സ്ക്വയർ. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഞാൻ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. RBയുടെ വാല്യൂ 2.7 ആണ്. 2.7 × 2 + x, ദാറ്റ് ഈസ് 2.67 മൈനസ് 4 × x × x/2, ദാറ്റ് ഈസ് 4x²/2. 4/2 2 ആയി മാറുന്നു. ഇൻറ്റു 2x². ശരിയല്ലേ? 2 × x². 2 × x². 0.67 x². കറക്റ്റ് ആണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 6.311 kN/m. ഇവിടുത്തെ ആൻസർ എത്ര ഉണ്ടെന്ന് അറിയാമോ? 6.311 kN/m ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ലൈസ് ഹിയർ. ഫോർ എക്സാമ്പിൾ ആ വാല്യൂ എത്ര വിചാരിക്കുക? ഇത് 5.4 ആണ്, ഇത് 4.95 ആണ്. നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? വാട്ട് വിൽ ബി ദ വാല്യൂ? 6.311. ഫോർ എക്സാമ്പിൾ അത് ഇവിടെയാണ് വിചാരിക്കുക. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ വാല്യൂ. ദിസ് ഈസ് ദ വാല്യൂ. ഇത് എത്രയാണ്? 6.311 kN/m. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പരാബോള വരയ്ക്കാം. ഏതൊക്കെ പോയിന്റ്സുകൾ ചേർത്തുകൊണ്ട്? ഈ 5.4 kN/m 4.95 ഈ കാണുന്ന 6.11 ചേർത്ത് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പരാബോളയിലേക്ക് നോക്കുക. ദിസ് ഈസ് ദ പരാബോള. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പരാബോള വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ കൂടെ പരാബോളയ്ക്ക് എഫക്റ്റ് കിട്ടാനാണ് ഞാൻ അല്പം ഇങ്ങനെ പൊക്കി വരച്ചിരിക്കുന്നത്. ഇത്രയും പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒന്ന് കാണിച്ചെടുക്കുക. ദിസ് ഈസ് പരാബോള എന്ന് പറയണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പരാബോളയിൽ നിന്ന് എക്സാമിനർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല.
കണ്ടോ, വലിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ? ഇല്ല അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ഷിയർ SFD ആൻഡ് BMD ഫോർ എ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ SFD BMD വരയ്ക്കുമ്പോൾ UDL ഉള്ള സ്ഥലം വരുമ്പോൾ എന്ത് ചെയ്യണം, അവിടുത്തെ വേരിയേഷൻ പരാബോളിക് ആണെന്നുള്ള ബോധം ഉണ്ടാകണം. എവിടെയെങ്കിലും ഷിയർ ഫോഴ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഷിയർ ഫോഴ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പെർട്ടിക്കുലർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം വരുന്നത്. അപ്പോൾ ആ ഷിയർ ഫോഴ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കുക, ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. അതും കൂടെ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഫൈനലി എന്ത് വരയ്ക്കാൻ പാടുള്ളൂ, ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റിലൂടെ കണ്ടതിന് ശേഷമേ ആ ബെൻഡിങ് മൊമെന്റ് ആയാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും, ഒരു മാർക്ക് പോലും കിട്ടത്തില്ല. ഇനി മറ്റൊരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. ഞാൻ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഈ ഷിയർ ഫോഴ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് പോലെ ബെൻഡിങ് മൊമെന്റിൻ്റെ സൈൻ എന്ത് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവിലോട്ട് സൈൻ ചേഞ്ച് ചെയ്യും. അതിന് ഞാനൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്ലൈഡിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നോക്കുക, ദിസ് ഇസ് ദ കണ്ടീഷൻ. കണ്ടോ, ഇവിടെ കണ്ടോ, ഷിയർ ബെൻഡിങ് മൊമെന്റ് സൈൻ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇവിടെ കണ്ടോ, എക്സാക്ട്ലി സെൻറ്ററിലാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ ഇതേപോലെ ആയിരിക്കും. ആരെപ്പോലെ ആയിരിക്കും, ഈ ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്ന സ്ഥലം നമുക്കറിയില്ല. അതേപോലെ ഈ കാണുന്ന ബെൻഡിങ് മൊമെന്റ് സൈൻ ചെയ്യുന്ന ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അത് ഏതൊക്കെ പോയിന്റുകൾക്കിടയിലാണെന്ന് അറിയാൻ പറ്റും. ആരെപ്പോലെ, ഈ സിക്കും ഡിക്കും ഇടയിലാണ് ഷിയർ ഫോഴ്സ് 0 ആയത്. അതേപോലെ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്കും സിക്കും ഇടയിൽ ആര് 0 ആയിപ്പോൾ എന്ന് വിചാരിക്കുക, ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് എന്ന് വിചാരിക്കുക. അവിടെയാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആകുന്നത്. അപ്പോൾ എക്കും സിക്കും ഇടയിൽ ഒരു സെക്ഷൻ എടുക്കുക, എന്നിട്ട് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചാണ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ലൊക്കേഷൻ ഓഫ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന ആ ടൈപ്പ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതിന് ഓൾമോസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും, എല്ലാ ടൈപ്പ് ലോഡ്സുകളും, എല്ലാ ടൈപ്പ് ബീംസുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്കൊരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുള്ള പ്രോബ്ലം കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.